ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ, ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 4 വെള്ളിയാഴ്ച ജൂലൈ 2025. അപ്പോൾ ഞാൻ എൻ്റെ ഈ നമ്മൾ വളർത്തുന്ന ചില ജീവജാലങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ പട്ടിയുടെയും മീനിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇടാറുള്ളപ്പോൾ എനിക്ക് കൂടുതലും ആളുകളുടെ അപ്രീസിയേഷനൊക്കെ വരാറുള്ളത് ഈ ഒരു ഫിഷിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഞാൻ പട്ടിയുടേതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ പറയും, ബ്രോ എന്തുകൊണ്ട് ഫിഷിൻ്റെ വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾ ഫിഷിൻ്റെ പരിപാടി നിർത്തിയോ? ആക്ച്വലി ഞാൻ ഫിഷിൻ്റെ പരിപാടി നിർത്തിയിട്ടില്ല. ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എവേ ആയിരുന്നു. ഞാൻ ഇന്ന് ശരിക്കും നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ചില ജീവജാലങ്ങളെയൊക്കെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു പോകാം. അപ്പോൾ ഫിഷ് എന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല. അന്ന് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അന്ന് എൻ്റെ കയ്യിൽ കുറേ ഒരു 15 സ്പീഷീസോളം പ്ലെക്കോസ് ഉണ്ടായിരുന്നു. ആ പ്ലെക്കോസ് എല്ലാം ഇപ്പോഴും ഉണ്ട്, അതൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന കുറച്ച് മീനുകളെ, കുറച്ച് ഗപ്പീസ് ഉണ്ട്. ഞാനത് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാം. ഇങ്ങനെ കുറച്ച് ഗപ്പീസ്, പിന്നെ അതിനകത്ത് ലോങ് ഫിൻ, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണുമെങ്കിൽ മേ ബി യു ക്യാൻ ചെക്ക് ഇൻ ദ ഓൾഡ് വീഡിയോസ്. സോ ബ്രീഡിങ് ബ്രിസ്റ്റലോസ് പ്ലെക്കോസ്, പല ടൈപ്പ് പ്ലെക്കോസ് ഒക്കെ തന്നെ. പിന്നെ എൻഡ്ലേഴ്സിനെയൊക്കെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ. വെള്ളം ഇപ്പോൾ അതിനെ നിങ്ങൾക്കൊരു പറയാം. ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് എ പാരസൈറ്റ് ഇൻഫെസ്റ്റേഷൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 2 എടുത്താണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതിലൊരു ഫിഷിനെ കൊണ്ടിട്ടു. അതിനെ ഞാൻ ശരിക്കും ക്വാറൻറ്റൈൻ ചെയ്തില്ല. ഞാൻ ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റാണ്. ഞാൻ അതിനെ ചെറിയ ഫിഷായിരുന്നു, കാണാൻ വേണ്ടിയില്ലായിരുന്നു, ചെറിയൊരു ഡ്വാർഫ് പ്ലെക്കോ സ്പീഷീസ് ആയിരുന്നു. അതിനെ കുഞ്ഞുങ്ങളെ പറക്കിയിട്ടൊരു മേ ബി ലെസ് ദാൻ 1 വീക്ക് എല്ലാ ഫിഷിൻ്റെയും ദേഹത്ത് വൈറ്റ് സ്പോട്ട് ഒരു പാരസൈറ്റാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പാരസൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ എസ്പെഷ്യലി ഫിഷ് കീപ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു സാധനം. ഇത് ഇപ്പം ഒരു പ്രശ്നക്കാരനല്ലാതെ എപ്പോഴും ഒളിച്ച് ഫിഷിൻ്റെ കൂടെ കാണും പല സമയങ്ങളിലും. എപ്പോഴാണോ ഫിഷ് സ്ട്രെസ് ഔട്ട് ആവുന്നത് ആ സമയത്ത് അവർ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പാരസൈറ്റ് എക്സ്പ്ലോഡ് ആവും. സിമിലർ ഒരു സംഭവം എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. ലൈക്ക് ദർ ആർ പാരസൈറ്റിസം ക്യാൻ ബി ലൈക്ക് എനിത്തിങ്. ലൈക്ക് ഒരാളുടെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്താലും അതൊരു പാരസൈറ്റ് ബിഹേവിയറാണ്. ഞാൻ നിങ്ങൾക്ക് പാരസൈറ്റിക് വാസ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഡിസെപ്പ് ഫംഗൈ കണ്ടിട്ടുണ്ടായിരിക്കും. കോഡിസെപ്പ് ഫംഗൈകൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇൻസെക്റ്റിൻ്റെ ബ്രെയിനിൽ അവൻ എത്തിയ ശേഷം ആ ഇൻസെക്റ്റിനെ അതിന് വേണ്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യും. പാരസൈറ്റിക് വാസ്പുകൾ അതിൻ്റെ മുട്ടയിടുന്നത് ഏതെങ്കിലും ചിത്രശലഭത്തിൻ്റെ അല്ലെ അതേപോലുള്ള ഒരു പ്രാണിയുടെ ലാർവയുടെ ശരീരത്ത് മുട്ടയിട്ട ശേഷം ആ ലാർവയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ആ പാരസൈറ്റ് കയ്യിലെടുക്കുകയും പിന്നെ ആ ജീവിയുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇറ്റ്സ് ഒരു പാരസൈറ്റ് വന്നാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഇതിപ്പോൾ ഈ ഇവിടുത്തെ ഇത്രയും ടാങ്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതിവിടെ ചീപ്പായിട്ട് കിട്ടുന്നൊരു സാധനമല്ല. നാട്ടിൽ എനിക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട് സാധനം കിട്ടുമായിരിക്കും. പിന്നെ നമുക്ക് വേറെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും എടുത്ത് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. ബിക്കോസ് പ്ലെക്കോസ് ആണ് കൂടുതലും ടാങ്കിലുള്ളത്. അവർക്ക് എല്ലാ മെഡിക്കേഷൻസും കോപ്പർ പോലുള്ള മെഡിക്കേഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ അബൌട്ട് പാരസൈറ്റ്സ്. എൻ്റെ ഫിഷ് ടാങ്കുകൾ ഇതെനിക്ക് വളരെ റീസെൻ്റായിട്ട് കിട്ടിയൊരു ടാങ്കാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 18 വർഷം പഴക്കമുള്ളൊരു ടാങ്കാണ്. 18 വർഷം മുമ്പ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടാങ്കൊന്നും ഇതേപോലെ സീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. അത് ജർമ്മനിയുടെ അക്വാ സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് പല കൈകൾ മറിഞ്ഞ് അവസാനം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് പുള്ളി ദുബൈയിലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നിട്ട് പോയതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് ഫിഷസിനെയും കിട്ടി. ഈ ഫിഷസിനൊക്കെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പാരസൈറ്റ്സ് അതിനെ ബാധിച്ചായിരുന്നു. എൻ്റെ വാലിലൊക്കെ ചെറുതായിട്ട് നിങ്ങളൊരു വൈറ്റ് സംഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അത് റിക്കവർ ആവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ ഒരു ഫീമെയിലും ഉണ്ട് ഇതിൽ. പിന്നെ എനിക്ക് എൻ്റെ ഓഫീസ് ടാങ്ക്സ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതിൽ
കൂടുതലും പ്ലെക്കോസാണ്. പ്ലെക്കോസിൻ്റെ പല സ്പീഷീസുകളും ബ്രീഡായി കിടക്കുന്ന ബ്രിസിൽനോസിൻ്റെ തന്നെ പല ടൈപ്പ്. പിന്നെ ഹൈപ്പാൻസിസ്ട്രസ്, അന്ന് ഹൈപ്പാൻസിസ്ട്രസിൻ്റെ കുറേ സ്പീഷീസുകൾ ഇതിൽ ബ്രീഡായി കിടപ്പുണ്ട്. ഇതുപോലെ നമ്മുടെ ഗപ്പീസ് എന്ന് നമ്മൾ ഗപ്പി വിട്ടൊരു കളിയില്ല അന്നൊന്നും. എങ്ങനെയായാലും കുറച്ച് ഗപ്പീസ് കൈ കാണും. അതിൽ കുറച്ച് ഫ്ലോട്ടിങ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ why this thing is not turning. പിന്നീട് ഇത് സ്റ്റാർലൈറ്റ്, ബ്ലൂ ഐ ബ്രിസിൽനോസ്, ഇതാ അന്ന് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സെവറം, ലൈക്ക് എ ഫീമെയിൽ സെവറം. ഞാൻ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് ഇവിടെ എനിക്ക് അതിനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഇതിൽ ഗോസ്റ്റ് ഫിഷ്, പഫേഴ്സ്, അങ്ങനെ ലൈക്ക് ദർ ആർ തിങ്സ്. ഇതെൻ്റെ കറിവേപ്പ് 3 വീടൊക്കെ ചേഞ്ച് ചെയ്ത സമയത്തും ഇടയ്ക്ക് നശിച്ചു പോയെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എത്ര വെട്ടിക്കളഞ്ഞാലും നല്ലപോലെ കിളിച്ച് കയറി വരും. താഴെ കുറച്ച് മിൻ്റൊക്കെ ഉണ്ട്. ചൂട് സമയമായതുകൊണ്ട് അത്ര നോട്ട് ഡൂയിങ് വെരി വെൽ, പക്ഷേ ഇറ്റ്സ് ഓക്കെ. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, ചപ്പയോർ സാധനങ്ങളൊക്കെ. അതിന് മുമ്പ് ഞാൻ എൻ്റെ വേറെ 2 സാധനങ്ങൾ, ഇതെൻ്റെ അല്ല ആക്ച്വലി. ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്ത്, ഇതിനെ കുഞ്ഞുനാളിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയത് ഞാനാണ്. പക്ഷേ ഇത് എൻ്റെ സുഹൃത്ത് ജിമ്മിയുടെ ബേർഡാണ്. ഷീസ് എ ഫീമെയിൽ. ഇത് ഇന്ത്യൻ റിംഗ് നെക്കിൻ്റെ ലൂട്ടിനോ എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. ഇന്ത്യൻ റിംഗ് നെക്ക്, നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചത്തത്തയുടെ ലൂട്ടിനോ. ഇതിനെ നാട്ടിൽ വളർത്തുന്നത് ഇല്ലീഗലാണ്, പക്ഷേ ഖത്തറിലൊന്നും, ഇത് ഹോളണ്ടിൽ നിന്നൊക്കെ വളരെ ബൾക്കായിട്ട്. ഇതിൻ്റെ തന്നെ 3-4 ടൈപ്പുകളുണ്ട്. അതായത് ഇത് ലുട്ടീനോ യെല്ലോ കളർ, പിന്നെ ആൽബേനോ ഉണ്ട് വൈറ്റ്, പിന്നെ ബ്ലൂ ഷെയ്ഡ്സ്, പിന്നെ ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡ്സൊക്കെ. ഇതിൻ്റെ മെയിലുണ്ട്. 2 പേരും എക്സ്ട്രീംലി ഗുഡ് ടോക്കേഴ്സാണ്, നല്ല ഫ്ലയേഴ്സുമാണ് ഈ ബേർഡ്സ്. ഇവർ 2 പേരും ടൈം പാസ്സാണ്. ഇവർ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് വന്നതാണ്. ഇവർ ഈ പറഞ്ഞതിനോട്ട് നമ്മൾ ഈ ഹോബിസ്റ്റുകൾ ഒരു ഗ്രൂപ്പിൽ കുറേ ആളുകളുള്ളപ്പം എല്ലാവർക്കും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഇതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇറ്റ്സ് ഓൾ ബിലോങ്സ്, നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹോബിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ നമുക്കുണ്ട്. അപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, വയ്യാതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് തിരക്കിലൊക്കെ ആണെങ്കിൽ അവരുടെ അനിമൽസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റിയിലൊരു ഹെൽപ്പുണ്ട്. അപ്പം ഇതെൻ്റെ അളിയൻ്റെ ബേഡാ, ജിജോയ്. പുള്ളി ഇതിനോട് സംസാരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് ഇവരെ 2 പേരെയും കൂടെ കെയർ ചെയ്തിരുന്നത് സൽമാനും സൽമാൻ്റെ വൈഫും കുട്ടികളും കൂടെ. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ വിചാരിച്ചു. ഇവർ ഇടയ്ക്ക് ഫ്രീ ഫ്ലൈ ചെയ്യാൻ വിടാറുണ്ട്. അപ്പോൾ എപ്പോഴും കൂട്ടിലൊന്നുമല്ല. അപ്പോൾ ഇനിയും ആരും ഇതിനെ പിടിച്ച് കൂട്ടിലിട്ടേക്കുന്നു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്കറിയത്തില്ല, മേ ബി ഇൻ മൈ കമ്മ്യൂണിറ്റി അങ്ങനെ ആരും പറയാറില്ല. ബിക്കോസ് അവർക്കറിയാം നമ്മളിതിനെയൊക്കെ കെയർ ചെയ്യാതെ എന്തായാലും ഇതൊന്നും ഇരിക്കത്തില്ല. ഇവളിപ്പോൾ ഒരു മോൾട്ടിങ് കഴിഞ്ഞതേ ഉള്ളൂ, ഇവരുടെ മോൾട്ടിങ് സീസണാണ്. അപ്പോൾ മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫെദറെല്ലാം കൊഴിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ ഫെദർ വരുന്ന ഒരു സമയമാണ്. ഇപ്പം വളരെ നല്ല ടോക്കറാണ്. ബേബി, ഇനി നിങ്ങൾക്ക് ഈ ബേർഡ്സിൽ നിന്ന് ഞാൻ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണിക്കാം. അപ്പോൾ ഇവന്മാർ 2 ഫ്രണ്ട്ലി ബേർഡ്സാണ് ആക്ച്വലി. ഇങ്ങനത്തെ ഇത് അതിൻ്റെ ഓണേഴ്സ് അതിന് നല്ല കെയർ കൊടുത്തത്. എനിക്കും ദേ ലൈക്ക് മീ. ഞാനിവരെ ചെറുപ്പത്തിൽ നോക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഇതുപോലെ അളിയൻ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സൽമാൻ നാട്ടിൽ പോകുമ്പോഴും ഇവർ തിരിച്ചെൻ്റെ വരാറുണ്ട്. ഇവളെ ഫീമെയിലിനെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതൊരു സ്നേഹമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവരുടെ സ്വഭാവം മാറും ഇവന്മാരെ തുറന്നു വിടുമ്പോൾ. അറിയത്തില്ല, മേ ബി ദേ വിൽ ഫ്ലൈ. ഇവരോട് വന്നിട്ടിപ്പം കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് പ്രധാനമായിട്ട് കാണിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം. പിന്നെ കുട്ടി പോകുന്നതിന് മടിയൊന്നുമില്ല, രാഷ്ട്രീയം നടക്കുന്നതായത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് റുട്ടീൻ, പ്രാക്ടീസ്, കൺസിസ്റ്റൻസി. ഈ സാധനങ്ങളൊക്കെ മനുഷ്യരുടെ കാര്യത്തിൽ പോലെ തന്നെ ആക്ച്വലി മനുഷ്യരെക്കാളും കുറച്ചുകൂടെ കണിശത വേണ്ടത് മൃഗങ്ങളുടെ കാര്യത്തിൽ, നമ്മളുടെ കൂട്ടുള്ള. അപ്പോൾ അടുത്തതായിട്ട് ബേർഡ്സിനെ ഞാൻ കൂട്ടിലിട്ടു. അടുത്തതായിട്ട് ലെറ്റ് മീ അൺലീഷ് സം കെയോസ്. ഓക്കെ, കുപ്പിയിൽ അടച്ചു വെച്ചേക്കുന്ന എനർജി ഇല്ലേ, നമ്മളൊരു
ഈ നമ്മൾ പറഞ്ഞ അലാദീൻ്റെ ജീനിയൊക്കെ നമ്മളൊരു വിളക്കിനകത്തുനിന്ന് പുറത്ത് വരുന്നത് അതേപോലത്തെ സാധനങ്ങളായത്. നിങ്ങൾ ഈ കാണുന്നതൊന്നും റിയൽ ഫൈറ്റ് അല്ല, ജസ്റ്റ് പ്ലേയിങ്. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ഈസ് ഡെഡ് നൗ. ഗൊലയാത്ത് IMDbയിൽ പ്രൊഫൈലൊക്കെ ഉള്ളൊരു ഡോഗാണ് അവൻ്റെ ഫാദർ. ഒരു യൂറോപ്പിലെ ഒരു ചാമ്പ്യൻ ഡോഗാണ്. അതേപോലെ ചെയ്സ് ഒരു ജാക്ക് റസൽ ടെറിയറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ വൈറ്റ് കളർ ചെറിയ വൈറ്റ് കളർ ഡോഗാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളൊക്കെ ആണെന്ന് വിചാരിച്ചെങ്കിലും ഇതിനെ ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാൻഡിൽ ദ ഗൈ. ആൾ ഇത്രയും ചെറുതാണെങ്കിൽ ഈ ഒരു വീട് മൊത്തം 2 പീസാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു ദിവസം മതി. സോ ദേ ആർ ഹൈലി എനർജറ്റിക് ഡോഗ്സ് ബൈ ദ വേ. ഇനഫ് മാക്സ് കം. സോ മാക്സിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്മിയർ മാക്സ് ഒരു 5-year-old ചിവാവയാണ്. ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ, നോട്ട് എ വെരി ലോങ് വൺ. പ്രോബ്ലി വി വിൽ സീ ദം ഇൻ അനദർ വീഡിയോ. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദിസ് എ വെരി ബിഗ് വീഡിയോ. ഞാൻ എൻ്റെ വേറെ കുറച്ച് ജീവികളെയും കൂടെ കാണിക്കാം. ഇത് ആക്ച്വലി എനിക്കറിയത്തില്ല എത്ര പേർക്ക് അറിയാം. ഇൻസെക്ട് പ്രോട്ടീനൊക്കെ ഒരു ഫ്യൂച്ചർ പ്രോട്ടീനാണ്. ഇൻസെക്ട് പ്രോട്ടീനൊക്കെ ഫ്യൂച്ചറിൽ മനുഷ്യൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റുകളൊക്കെ കവർ ചെയ്യും എന്നൊക്കെ പറയാം. പക്ഷേ ഞാനിതിനെ വളർത്തുന്നത് എനിക്ക് പ്രോട്ടീനായിട്ട് കഴിക്കാനൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പം ലൈക്ക് കാണുന്നുണ്ടോ നിങ്ങൾ? മഡഗാസ്കർ ഹിസ്സിങ് റോച്ചാണ്. ഇതിൻ്റെ ഫുൾ സൈസ് അല്ല, ഇതേ വിൽ ഗ്രോ ബിഗ്. നമ്മളിപ്പോൾ ഒരെണ്ണത്തെ ഒന്നും നമ്മളൊരു പീസൊന്നും നമ്മൾ കഴിച്ചെന്നുകൊണ്ട് കുഴപ്പമില്ല, ചുമ്മാ ഞാൻ കഴിക്കുന്നത് ഇത് കഴിക്കാനുള്ളതല്ല. ഇറ്റ്സ് എ പെറ്റ്. ആക്ച്വലി ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് പെറ്റ്. ഞാൻ ചുമ്മാ വളർത്തുന്നതാണ്. ഇതൊക്കെ ചുമ്മാ വേറെ ഹോബികളുടെ ഭാഗമാണേ. എനിക്ക് ജസ്റ്റ് ഫോർ ഫൺ. അതിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഐ വിൽ മേക്ക് മോർ വീഡിയോസ് അബൌട്ട് ദാറ്റ് ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ്. പിന്നെ ദെയർ ആർ ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇത് ശരിക്കും നമ്മുടെ സൂപ്പർ വേംസിൻ്റെ ബീറ്റിൽസ് ആവുന്നതിന് മുമ്പുള്ള ഫോമാണ്. ലുക്സ് ലൈക്ക് ഏലിയൻസ്. ബീറ്റിൽസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ വേർ സംബഡി വൺ ബീറ്റിൽ ഈസ് സംവെയർ ഹൈഡിങ് സംവെയർ. ബീറ്റിലായി കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് ദേ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഐ ഹോപ്പ് യു ക്യാൻ സീ. ലെറ്റ് മീ ടേക്ക് ദ ലൈറ്റ്. ബീറ്റിൽസ് ആയി കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കും ദിസ് ഇസ് ഗൈസ് എ വിയർഡോ. ഈ ഹോബിസ്റ്റുകളെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം കൈൻഡ് ഓഫ് വിയർഡോൾ തന്നെയാണ്. പിന്നെ there are many other stuff like super worms. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം കവർ ചെയ്യാം. There are many other kind of roaches and stuff and these are sorts. Now let us go to my studio. സോ ഇതെൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ ആഗ്രഹമൊക്കെ ഉള്ള സ്റ്റുഡിയോയാണ്. കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടല്ല. മാക്സ് കമ്മിയർ. കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടല്ല, മേ ബി ഐ ഡോണ്ട് നോ, there is something stop me somewhere. So that is his place. Stay inside. സോ ഇവിടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് വരച്ചൊരു ചിത്രമാണ്. ചെറിയ സമ്മാനങ്ങൾ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. ട്രോഫിയൊന്നുമില്ല. ഈ ഹോബികളിൽ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ കൂടെ കൂടും. ലൈക്ക് ഫിഷിങ്, ഫോട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളിൽ നമ്മൾ ചെന്ന് പെടുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ സാധനങ്ങൾ വന്നുപെടും. സോ ഇത്രയും ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചത്. എന്നോട് കുറേ ആളുകൾ ചോദിച്ചു ലൈക്ക് എന്തൊക്കെ ആനിമൽസിനെ കീപ്പ് ചെയ്യുന്നത്. സോ എവറി ടൈം ഐ ഹാവ് ടു ആൻസർ ദം. ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ കം വിത്ത് സം കണ്ടൻറ്റ് ഹൗ ഐ മാനേജ് ഓൾ ദിസ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഈ സിമ്പിളാണെന്ന് പറഞ്ഞെങ്കിലും ഇറ്റ്സ് നോട്ട് വെരി സിമ്പിൾ, എസ്പെഷ്യലി 3 dogs ആൻഡ് ദ ഫിഷ് ആൻഡ് വാട്ട് എവർ. സോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.